തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അവകാശവാദങ്ങളുമായി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ രംഗത്ത്. തങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് മാത്രമല്ല, വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അവകാശവാദങ്ങളുമായി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ രംഗത്തെത്തി. പോളിംഗ് കുറഞ്ഞത് ഇരുവശത്തും പ്രതീക്ഷകളാണ് വെക്കുന്നത്. ഇത് വ്യക്തമാക്കുകയാണ് LDF കൺവീനർ അലക്സ് കണ്ണമല, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എബി മേക്കരിഞ്ഞാട്ട്, CPM ഏരിയ സെക്രട്ടറി ബിനു വർഗീസ്, BJP നേതാവ് പ്രകാശ് വടക്കേമുറി എന്നിവർ അവരുടെ പ്രതികരണത്തിലേക്ക്. മണ്ഡലത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമാണ് ജില്ലയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. എന്നാൽ രാവിലെ തന്നെ പ്രവർത്തകർ പോളിംഗ് ബൂത്തിൽ ചെല്ലുന്നുണ്ട്, വോട്ടുകൾ ചെയ്യുന്നുണ്ട്. വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് ജില്ലയിൽ. വിജയസുനിശ്ചിതമാണ്, ഉറപ്പാണ്. UDF സ്ഥാനാർത്ഥിയുടെ വിജയപ്രതീക്ഷ എത്രയാണ്? 100% വിജയപ്രതീക്ഷയിലാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ മെച്ചപ്പെട്ട ഇരട്ടി ഭൂരിപക്ഷത്തിൽ ശ്രീ ആന്റോ ആന്റണി ഇത്തവണ തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമാണ്. 100% വിജയിക്കും. പൂർണ്ണമായും നിയോജകമണ്ഡലത്തിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വലിയ മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടർമാർ നന്നായി എത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രചരണത്തിൻ്റെ മേൽക്കൈ കണ്ടു ഉള്ള ഇതാണോ, കണക്കൂട്ടിലാണോ? ബൂത്തുകളിൽ പോകുമ്പോൾ അറിയാമല്ലോ, ബൂത്തുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ് രാവിലെ മുതൽ വോട്ടിന് വേണ്ടി എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 15 വർഷക്കാലത്ത് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വികസന മുരടിപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, യാതൊരു തർക്കമില്ല. ഇത്തവണ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അനിൽ കെ ആൻ്റണി വിജയിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 100% വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. അത് ജനങ്ങളുടെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ പ്രവർത്തകർ സജീവമായിട്ട് ബൂത്ത് തല പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് ഇടപെടുകയും മുഴുവൻ ആളുകളെയും വോട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. ആ പരിശ്രമത്തിൻ്റെയൊക്കെ ഫലമുണ്ടാകും. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ വീണ്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ളത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ വോട്ടർമാർ തീർച്ചയായിട്ടും ആ സർക്കാരിനോടൊപ്പം നിൽക്കുന്ന ആ സർക്കാരിലേക്ക് ഈ പത്തനംതിട്ടയിൽ നിന്നും അനിൽ കെ ആൻ്റണിയെ വിജയിപ്പിക്കും എന്നുള്ളത് 100% ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്.